ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എയ്ബ് ഈ വർഷത്തെ പരീക്ഷ നവംബർ 30 കഴിഞ്ഞു. എൻ്റെ പൊന്നോ, ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവുക. എയ്ബ് കഴിഞ്ഞ വർഷത്തെ പരീക്ഷ വെച്ച് കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറാണ് ഇത്തവണ കിട്ടിയത്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ, ലീഗൽ റീസണിങ് ചോദ്യങ്ങൾ, പ്രോബ്ലം ചോദ്യങ്ങൾ, അതുപോലെ അസേഷൻ റീസൺ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, അങ്ങനെ ആകെ മൊത്തം ഒരു കുഴപ്പിക്കുന്ന ഒരു പേപ്പറായിരുന്നു ഇല്ലേ. പലരും 5 വർഷവും 3 വർഷവും മുന്നേ എഴുതിയ ലോ എൻട്രൻസിൻ്റെ ഒരു ഫീൽ അടിച്ചു അല്ലേ, ഒരു മിനി ലോ എൻട്രൻസിൻ്റെ ഒരു ഫീലായിരുന്നു. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഫ്രണ്ടിലായിരുന്നു, പക്ഷെ അതുണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യവും ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്കെന്തെങ്കിലും നോക്കാം. ഞാൻ നമ്മുടെ ചാനലിൽ ഒരു പോൾ നടത്തി, അതുപോലെ തന്നെ കുറച്ച് പേരുടെ ആയിട്ട് സംസാരിച്ച് മനസ്സിലായത് ഇത്തവണ കുറച്ച് പേർക്ക് പാസ്സാവാൻ ഒരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. നമുക്ക് എന്തെങ്കിലും നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സാമിൻ്റെ ഒരു റിവ്യൂ, അതുപോലെ തന്നെ ഇനി അടുത്തത് എന്ത് എക്സാം എഴുതി, അതുപോലെ തന്നെ ഇനി അടുത്തത് എന്താണ്, ഇനി അടുത്തതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റൊക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എക്സാം ഒന്ന് റിവ്യൂ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 23 തൊട്ട് 25 വരെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിക്കണം, 100ൽ 23 തൊട്ട് 25 വരെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വലിയ ചോദ്യങ്ങളാണ്, പലതും അരപ്പേജുള്ള ചോദ്യമായിരുന്നു. ഇത് വായിച്ചെടുത്ത് ഗ്രഹിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയം പോയി. ഇപ്പോൾ പലരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, 3 മണിക്കൂർ തന്നെ തികയുന്നില്ല. ഓക്കെ, ഒരു 4-5 മണിക്കൂർ വേണം. ഇങ്ങനത്തെ പേപ്പറിനൊക്കെ ഒരു 4-5 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇല്ലേ. വലിയ സ്റ്റേറ്റ്മെൻറ്റ്, ഓരോന്ന് അരപ്പേജുള്ള വലിയ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ, മൈൻഡ് അപ്ലൈ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം, ഏകദേശം 23 തൊട്ട് 25ഓളം അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു. പിന്നെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് ഒരു 7-8 വന്നിട്ടുണ്ട്. ഓക്കെ, 100 ചോദ്യത്തിൽ നിന്ന് 7-8 ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ ഒരു 6-7 വന്നിട്ടുണ്ട്. അതും നല്ലോണം എൻഗേജിങ് ആയ, കൃത്യമായിട്ട് അതായത് നമ്മൾ തിങ്ക് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ, സിമ്പിളായിട്ടുള്ള അസേർഷൻ റീസൺ അല്ല. പിന്നെ ലീഗൽ പ്രോബ്ലംസ് ഒരു 4-5 ടൈപ്പ് ലീഗൽ പ്രോബ്ലംസ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ, ടൈം 3 മണിക്കൂറുണ്ട്, ഓപ്പൺ ബുക്കാണ്. എന്നാലും ഇങ്ങനത്തെ ഒരു പരീക്ഷയ്ക്ക് സത്യം പറഞ്ഞാൽ 3 മണിക്കൂർ പോരാ ഇല്ലേ. ടൈം എന്ത് ചെയ്യുക, ടൈം ഷോർട്ടേജ് ആയി തോന്നി. കാരണം ഇത്രയധികം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ അത് വായിച്ച് ഗ്രഹിച്ചെടുത്ത് എഴുതുമ്പോൾ തന്നെ ടൈം കൺസ്യൂമിങ്, ഒരുപാട് ടൈം അവിടെ കൺസ്യൂം ചെയ്തു. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഏകദേശം ഒരു 30 to 40 നേരിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ബുക്ക് നോക്കി എഴുതി നേരിട്ട് എഴുതിയ ചോദ്യങ്ങൾ 30 to 40 ഉണ്ടായിരുന്നു. അത് തന്നെ ചിലതൊക്കെ ടഫായിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പ്രൊവിഷൻ മൊത്തം വായിച്ച് അതിൽ നിന്ന് ആൻസർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ട ഒരു എഫേർട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ജനറൽ OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 45% മാർക്ക് മതി, അതായത് 100ൽ 45 മാർക്ക് മതി പാസ്സാവാൻ. SC ST സ്റ്റുഡൻസിനാണെങ്കിൽ 100ൽ 40 മാർക്ക് മതി പാസ്സാവാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, എയ്ബ് പാസ്സായി പോകും. നമുക്ക് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്ക് ഇഷ്യൂ ചെയ്യും. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യുക, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ പലർക്കുള്ള ടെൻഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എയ്ബ് പൊട്ടുകയും ചെയ്യും, അടുത്ത പോലെ ഇനി 3500 കൊടുത്ത് ഇനി ഇത് അപ്ലൈ ചെയ്യണ്ടേ എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും നോക്കാം. ഇപ്പോൾ സൈറ്റിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രൊവിഷണൽ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ ഡേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ ആൻസർ കീസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊന്നും നിങ്ങൾ നോക്കാതിരിക്കുക. നമ്മുടെ എയ്ബിൻ്റെ സൈറ്റിൽ അവരുടെ എയ്ബ് പബ്ലിഷ് ചെയ്ത ഒഫീഷ്യൽ പ്രൊവിഷണൽ ആൻസർ, താൽക്കാലിക ആൻസർ കീ ഉണ്ട്. അത് വെച്ച് നിങ്ങൾ നോക്കുക. ഇനിയും ഈ താൽക്കാലിക ആൻസർ കീയിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ സമയം കഴിഞ്ഞു, 10 വരെ എങ്ങനെയായിരുന്നു അതിൻ്റെ സമയം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആ ഒബ്ജക്ഷൻസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ ഫൈനൽ ആൻസർ കീ വെച്ചായിരിക്കും നമ്മുടെ OMR വാല്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് പേരെങ്കിലും പ്രൊവിഷണൽ ആൻസർ കീ വെച്ചൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ മറ്റേ കാർബൺ വിൻഡ് പേപ്പറിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അത് വെച്ച് നിങ്ങൾ ഒന്നും കൂടെ ഇത് നോക്കണം. കാരണം ഫൈനൽ ആൻസർ കീ വെച്ചായിരിക്കും എന്ത് ചെയ്യുക, ഇത് വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ വന്ന് പ്രൊവിഷണൽ ആൻസർ ഇതിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ഷൻസ് റൈസ് ചെയ്യാം. എന്നിട്ട് ഒബ്ജക്ഷൻസ് പരിഗണിച്ച് ഒരു ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അതിലേക്ക് ചില ക്വസ്റ്റിനൊക്കെ 1-2 ക്വസ്റ്റിനൊക്കെ ഡൗട്ട് തോന്നിയിട്ട് അതൊക്കെ ഡിലീഷൻ ചെയ്യാനുള്ള സാധ്യത വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫൈനൽ മാർക്കിലേക്ക് വരുമ്പോൾ ഇതാകും. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ അടുത്ത മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും, അതിന് ശേഷം റിസൾട്ട് വരും, പിന്നെയാണ് COPയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ
കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളും ഹെൽപ്ഫുൾ ആയതിന് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.